അപ്പോൾ ഇതാണ് വലിയൊരു ഭീമമായ പാറയാണ്. ആ പാറ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുകയാണ്. അതിലെ ഞാൻ വളരെ ഇതായിട്ടാണ് കയറി വരുന്നത്. നെടുനീളത്തിലാണ് ഈ പാറ കിടക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുകയാണ്. അതിലെയാണ് ഞാൻ കയറി വരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പാറയുടെ മുകളിലേക്കുള്ള കയറ്റമാണ്. ഏകദേശം ഞാൻ പാറയുടെ അറ്റത്ത് വരെ വരുവാണ്. ഏകദേശം ടോപ്പിലെത്തി, പാറയുടെ ടോപ്പിലോട്ട് എത്തി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാനില്ലേ, താഴോട്ട് നോക്ക്, അതുപോലെ ഉയരത്തിലാണ് ഈ പാറ നിൽക്കുന്നത്. അതുപോലെ സ്ലോപ്പായിട്ടുള്ള ഈ പാറയിൽ കൂടെ ആണ് കയറി വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ അഡ്വഞ്ചർ. അപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. നോക്കി, വളരെയധികം പാടങ്ങളും അരുവികളും എല്ലാം ഉണ്ട്. ഇത് വേറൊരു ടെമ്പിളാണ് കേട്ടോ. ആ ടെമ്പിളിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പാറ കയറി ഇനി അടുത്തത് ടെമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. കണ്ടോ, അരുവികളും നെൽപ്പാടങ്ങളും എല്ലാം നമുക്ക് കാണാം. ഇനി ആ ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് നല്ല വിശദമായിട്ട് കാണാം. അപ്പോൾ ഇതാണ് അടുത്ത രണ്ടാമത്തെ പൊക്കമുള്ള പാറ. അതിൻ്റെ മുകളിൽ അതേ കൂടെ ഞാൻ കയറുവാണ്. ഒരു രക്ഷയില്ല, നേരൊന്ന് കയറിപ്പോലും വരാൻ പറ്റത്തില്ല. അതുപോലെ നെടുനീളനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വലിയ മുകളിൽ ഏറ്റവും ടോപ്പിലുള്ള പാറ. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ കണ്ടോ, നല്ല വ്യൂ ആണ്. വീടുകളും നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും കുളങ്ങളും എല്ലാം നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടോ. ഇപ്പം കോടയൊക്കെ വന്നിട്ടുണ്ട്. കോടമഞ്ഞ് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതാ ഒരുപാട് വലിയ വലിയ പാറകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, മൊത്തം ഈ പാറയുടെ മുകളിലായിട്ട് തന്നെ വലിയ വലിയ പാറകളുണ്ട്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമ്മളപ്പം. ചുറ്റും ഇങ്ങനെ പാറകൾ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ധാരാളം കറ്റാർ വാഴയുടെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ചെടികളൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ചെടികളെന്ന് പറഞ്ഞാൽ. വ്യത്യസ്തപരമായിട്ട് ഈ പാറയുടെ മുകളിലുള്ള ചെടികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ്. ഇത് മുള്ളുകളുള്ള ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ പാറയുടെ ഏറ്റവും മുകളിലുള്ള കാഴ്ചകൾ. ഈ പാറയുടെ മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു സംഭവം കിട്ടി. ഇവിടെ ഒരാളുടെ ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്നറിയോ, മുള്ളംപന്നിയുടെ മുള്ളാണ്. അപ്പം ഈ ഏരിയയിലൊക്കെ ധാരാളം മുള്ളംപന്നികൾ വരുന്നതാണെന്ന് അതിൻ്റെ സൂചനയാണിത്. വനമാണ് സത്യം പറഞ്ഞാൽ ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ മുള്ളംപന്നിയുടെ മുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. എനിക്ക് ആ മുള്ളംപന്നിയുടെ മുള്ള് കിട്ടിയത് ഇത് കണ്ടോ, മുള്ളംപന്നിയുടെ പൊത്താണ് കേട്ടോ. ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇത് കണ്ടോ, ഇവിടെയും മുള്ളംപന്നിയുടെ മുള്ള് കിടക്കുവാണ്. അപ്പം മുള്ളംപന്നി ഇതിനകത്തോട്ടാണ് കയറി പോയിരിക്കുന്നത്. മുള്ളംപന്നിയുടെ പൊത്താണ് കാണുന്നത്. അപ്പം ഇവിടെയുള്ള കല്ലുകൾക്കിടയിലെല്ലാം മുള്ളംപന്നിയുടെ മാളങ്ങളുണ്ട്. അവിടെയെല്ലാം മുള്ളംപന്നികളും ഉണ്ട് കേട്ടോ. ഇതാണ് ഭയങ്കര ഷാർപ്പാണ് കേട്ടോ ഇതിൻ്റെ മുള്ളംപന്നിയുടെ. ഇത് കണ്ടോ, മുള്ള് കണ്ടോ എന്നാ ഷാർപ്പാണെന്ന്. ഒടിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര കട്ടിയാണ്. ഇത് കണ്ടോ, ഭയങ്കര ഫൈബറാണിത്. ഇത് ഒടിക്കാനൊന്നും പറ്റത്തില്ല. ഇത് വെച്ചൊരു കുത്ത് കിട്ടിയാൽ തുളഞ്ഞ് ഇപ്പത്തൂടെ ഇറങ്ങിപ്പോ. അതുപോലത്തെ ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പാണ്. നോക്കൂ. ഇനിയുള്ളത് ഞാൻ ഗുഹയിലോട്ടാണ് കയറാൻ പോകുന്നത്. അങ്ങോട്ട് ഗുഹാപ്രവേശനമാണ്. അങ്ങോട്ട് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പം ഞാൻ പോയിട്ട് വരാം. ഗുഹയ്ക്കകത്ത് എന്താണെന്നൊക്കെ പോയി കണ്ടേച്ച് വരും. ആ പൂ എന്താണെന്നറിയാവോ? അത് മറ്റൊന്നുമല്ല, കറ്റാർ വാഴപ്പോളയുടെ പൂവാണ്. നല്ല ഓറഞ്ച് കളറിൽ കാണുന്ന ചെറിയ ചെറിയ മണിമണിയായിട്ട് കാണുന്ന ആ പൂവ് ഒറ്റാർ വാഴപ്പോളയുടെ പൂവാണ്. കറ്റാർ വാഴപ്പോളയുടെ ഗുണങ്ങളൊക്കെ കാണത്തില്ല. എനിക്കിത് കണ്ടപ്പോഴത്തേന് ഈ പോളയൊന്ന് എടുക്കണമെന്ന് തോന്നി. ഇത് കണ്ടോ,
നല്ല ഒട്ടിയിരിക്കും. ഇങ്ങനെ പൊളന്നു കഴിഞ്ഞാൽ ഇതേന്നിങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഒട്ടിയിരിക്കും. ഇതിൻ്റെ കറയും പശയെന്ന് പറയുന്ന സാധനം. ഈ സാധനമാണ് സാധാരണ എല്ലാവരും ബ്യൂട്ടീഷ്യന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് മുഖം വെളുക്കാനും മുഖത്തിന് നിറം വരാനും മുടിയുടെ അഴകിനെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശകലം പൊളിച്ച് ഇത് കുറച്ചെടുത്ത് കുറച്ച് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി നോക്കിയിട്ട് മുഖത്തും തലയിലും ഒക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വഴുവഴുപ്പൽ പോലത്തെ സാധനം ഇങ്ങനെ വരും. ഈ സാധനം നമ്മളെടുത്ത് ഇങ്ങനെ അതിൻ്റെ പൾപ്പ് പോലത്തെ സാധനം ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ മുഖത്തും തലയിലും ഒക്കെ തേക്കും. അപ്പോൾ നല്ല ഗുണമാണെന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇപ്പൊ കോടയൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ കോടമഞ്ഞോട് കൂടിയിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ കൂറ്റൻ പാറകൾക്കിടയിൽ നിന്ന് എൻ്റെ പുറകിലായിട്ട് കണ്ടോ വലിയ കൂറ്റൻ പാറ, അതിൽ കൂടെ ഇതാ നല്ല വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂസ് ആണ് കേട്ടോ. കോടമഞ്ഞോട് കൂടിയിട്ടുള്ള കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും പനകളും മരങ്ങളും എല്ലാം കൂടെ ചേർന്ന് വളരെ മനോഹരമായിട്ട്, പിന്നെ നല്ല പച്ചപ്പാർന്ന കുളം എല്ലാം ചേർന്ന ഒരു മനോഹരമായ വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ വലിയ പ്രതിമയുടെ വലിപ്പം അറിയണമെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണെന്നുള്ളത്. ഈ പ്രതിമ നല്ല ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പവുമുള്ള ഒരു പ്രതിമയാണ്. ഇതൊരു ദ്വാരപാലക പ്രതിമയാണ്. ഈ അമ്പലത്തിൻ്റെ കാത്തു സൂക്ഷിപ്പിനായിട്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ ഭീമാകാരമായ ഒരു പ്രതിമയാണ്.